ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് മാർച്ച് 7, 2026 പ്രതീക്ഷയ്ക്കുള്ള വാക്കുകളാണ് ഇപ്പോൾ പുതുതായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ പറഞ്ഞിരിക്കുന്നു ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ, അതായത് ഗൾഫ് രാജ്യങ്ങളെ മറ്റൊരു പ്രകോപനമില്ലാത്തിടത്തോളം കാലം ആക്രമിക്കില്ല എന്നുള്ളത്. ഇത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇന്ന് ഉച്ചതിരിഞ്ഞ് അബുദാബി, ദുബായ് ടെർമിനലുകളൊക്കെ തന്നെ വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കും. എയർപോർട്ടുകൾ സാധാരണഗതിയിലേക്കാകും എന്നൊക്കെയാണ് വരുന്നത്. ഏതായാലും നല്ല ശുഭവാർത്തകളാണ്. നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്, ഇത് പോസിറ്റീവായിട്ട് ബാധിക്കാൻ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻഡിഗോ പോലുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ച സെക്ടർ ഏവിയേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഹോർമുസ് കടലെടുക്കും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. സോ വാർ കണ്ടിന്യൂ ആണ്. ഇസ്രായേൽ അമേരിക്ക വേഴ്സസ് ഇറാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ GCC രാജ്യങ്ങളിലുള്ള ഈ ഒരു അറ്റാക്ക് നടത്തില്ല എന്ന് പറയുന്ന ഇത് വ്യോമഗതാഗതം ഉടൻ തന്നെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. അത് ആശ്വാസമാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻഡിഗോ പോലുള്ള ഓഹരികളിൽ തിങ്കളാഴ്ച ഒരു മൊമെൻറ്റത്തിനുള്ള സാധ്യത കാണുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, ഓയിൽ പ്രൈസ് വളരെ കാര്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ 90 മുകളിലേക്ക് ഓയിൽ പ്രൈസ് പോയിരിക്കുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് US തന്നെയാണ്. കാരണം US കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് US ഒരു നെറ്റ് എക്സ്പോർട്ടറാണ്, ഓയിൽ പ്രൊഡ്യൂസറാണ്. അവരുടെ ഗ്യാസ് ഓയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ പ്രൈസ് കൂടുന്ന സമയത്ത് അമേരിക്ക ഒരു പ്രൊഡ്യൂസർ ആയിരുന്ന സ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്യൂവൽ കോസ്റ്റ് തന്നെയാണ്. അവർ പെട്രോൾ അടിക്കാനും കാര്യങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് കൂടി വരുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിത ചെലവ് കൂട്ടും. ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്പെൻഡിങ് മീൻസ് മറ്റുള്ള ഭാഗങ്ങളിലേക്കുള്ള സ്പെൻഡിങ് കുറയും. അതേസമയം കമ്പനികളുടെ സാധനങ്ങളുടെയൊക്കെ തന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ പെട്രോളിൻ്റെ പൈസ കൂടുന്ന സമയത്ത് സകല സാധനങ്ങൾക്കും വില കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സകല സാധനത്തിനും വില കൂടുന്ന സമയത്ത് കമ്പനികൾ ആ ഒരു കോസ്റ്റ് സാധാരണ ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യും. ജനങ്ങൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഫെഡറൽ റിസർവിന് ഒരിക്കലും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ സാധിക്കില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കുകയാണ് ചെയ്യുക, സ്പെൻഡിങ് ഹാബിറ്റ്സ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് മാർക്കറ്റിനെ ബാധിക്കും, അമേരിക്കയെ ബാധിക്കും. കാരണം 2% എന്ന് പറയുന്ന ടാർഗറ്റിന് താഴെ നിർത്തുക എന്നുള്ളതാണ് പവലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഫെഡറൽ റിസർവിൻ്റെ. അത് നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. സോ ഏതായാലും ഫ്യൂവൽ കോസ്റ്റ് കൂടുന്നത് യഥാർത്ഥത്തിൽ അടി വരാൻ പോകുന്നത് അമേരിക്കക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഫ്യൂവൽ കോസ്റ്റ് കൂടി ഇൻഫ്ലേഷൻ കൂടാതിരിക്കാനാണ് ഇന്ത്യക്കുള്ള സാങ്ഷൻ പോലും റഷ്യയിൽ നിന്ന് വാങ്ങിക്കോ ഒരു മാസം എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്നത്.